ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ വ്ലോഗാണ്. എൻ്റെ സാറ്റർഡേ സൺഡേ നമ്മുടെ വീക്കെൻഡിൽ ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്യുന്ന കുറച്ച് DIY കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുമാണ്. അത് ശരിക്കും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വിചാരിക്കും എണ്ണ എപ്പോഴും ഉപയോഗിക്കുന്നത് ഹെയറിന് നല്ലതാണെന്നുള്ളത്. ശരിക്കും എണ്ണ കുറേ ഉപയോഗിക്കുന്നത്, അതും ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു 10 ഡ്രോപ്സ് ഓഫ് ഓയിലാണ്. അതിൽ നീലയാമരി, ഉലുവ, കരിഞ്ജീരകം, റോസ്മേരി ഇതെല്ലാം കൂടെ ഇട്ട് വെച്ച പാരഷൂട്ട് ഓയിലിൽ വെച്ചിരിക്കുന്ന ഒരു എണ്ണയാണ്. അല്ലാതെ ഞാനത് ചൂടാക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് കാച്ചിയ എണ്ണയൊന്നുമല്ല. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹെയർ സ്പ്രേ ആണ്. അത് റോസ്മേരി, ഉലുവ, ടീ പൗഡർ, ഗ്രീൻ ടീ ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ വെള്ളത്തിൽ ചൂടാക്കി ഒരു സ്പ്രേ ബോട്ടിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ മിക്സും കൂടെ പിന്നെ എണ്ണയും കൂടെ അതൊരു 10 ഡ്രോപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് ഞാൻ തലയിൽ മൊത്തവും അപ്ലൈ ചെയ്യുകയാണ്, നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഞാൻ ഈ ഒരു പാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ആ ഹെയർ സ്പ്രേ ഞാൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് റോസ്മേരി, ഉലുവ, ടീ പൗഡർ, ഗ്രീൻ ടീ ഇതിൻ്റെ നമ്മൾ നല്ലപോലെ ബോയിൽ ചെയ്ത് എടുത്തിരിക്കുന്ന ആ ഒരു സാധനം ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരാഴ്ചത്തേക്ക്. അപ്പോൾ അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഞാൻ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഞാൻ തലയിൽ വെക്കുകയാണ് ഈ ഒരു പാക്ക്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു അടിപൊളി ഓയിലാണ് നാൽപ്പാമരാതി ഓയിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി മുഖം ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ കോസി കെയർ സോപ്പ് യൂസ് ചെയ്തിട്ടാണ് കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ 2 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നു കേട്ടോ. നല്ല മാറ്റമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു സോപ്പാണ്. ഗ്ലൂട്ടാത്തയോണൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നാൽപ്പാമരാതി ഓയിലിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കളർ ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടാൻ മാറ്റാനായിട്ട് ഇത് പക്ക ഓയിലാണ്. ഡെയിലി ഉപയോഗിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യമെങ്കിലും ഒരാഴ്ചയിൽ 3 വട്ടമെങ്കിലും യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഡെയിലി എൻ്റെ ഒരു റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ വലിച്ച് വാരി തേക്കുമ്പോൾ നമുക്കതിനോടൊരു ഇഷ്ടം കുറവ് തോന്നും. കാരണം അതിൻ്റെ സ്മെല്ല് കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മഞ്ഞളിൻ്റെയും പിന്നെ വെട്ടിവേർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഔഷധ ഗുണമുള്ളൊരു ഓയിലാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ച് ഡ്രോപ്സ് ആയിട്ട് എടുത്തിട്ട് ഞാനിങ്ങനെ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ കുഞ്ഞു ഇതായിട്ട് അപ്ലൈ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം. ഇതൊരു 30 മിനിറ്റ്സ് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോൾ ഇത് ഇട്ടിരുന്നാലും പിന്നെ ഞാൻ എൻ്റെ നമ്മൾ ഫേസിലൊന്നും ഇടാത്തൊരവസ്ഥ പോലത്തെ ഒരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു 2-3 മണിക്കൂറൊക്കെ വെച്ചിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ബാക്കി കയ്യിലും ദേഹത്തൊക്കെ നമുക്ക് തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുരുവും എല്ലാം മാറുന്നതായിരിക്കും. എന്തെങ്കിലും പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നല്ല ടാൻഡ് സ്കിന്നൊക്കെ മാറുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ കുളിച്ചതിന് ശേഷം എല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് മുടിയെല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെയർ ഹെവി ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പശപ്പൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും ഇതൊരു നല്ലൊരു മാസ്ക് ആയതുകൊണ്ട് ഞാൻ ആഴ്ചയിലൊരിക്കൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. മുടി കൊഴിച്ചിൽ ചെറുതായിട്ട് മാറും കേട്ടോ. ഫുള്ളി മാറത്തില്ല, ചെറുതായിട്ട് മാറും. പക്ഷേ ഞാൻ പറയുന്നൊരു സാധനം, അതായത് നേരത്തെ പറഞ്ഞ ആ ഹെയർ സ്പ്രേ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യും. റോസ്മേരി, ഉലുവ, ടീ പൗഡർ, ഗ്രീൻ ടീ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ ചൂടാക്കി ആ ഒരു കുപ്പിയിൽ സ്പ്രേ ബോട്ടിൽ ഞാൻ സൂക്ഷിച്ച് വെക്കും ആഴ്ചയിലൊരിക്കൽ. എൻ്റെ അനിയനാണ് ഭയങ്കര ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവൻ മുമ്പിൽ വന്ന് ഇങ്ങനെ കോഷ്ടി എല്ലാം കാണിക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ നമ്മുടെ ഓരോ സെക്ഷനായിട്ട് മുടി ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യും. സ്മെല്ലൊട്ടും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, എങ്കിലും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക. മുടി കൊഴിച്ചിൽ നിന്നിരിക്കും, ഡാം ഷുവർ മുടി വളർന്നിരിക്കും. സൂപ്പറാണ്.